മുൻ റവന്യൂ വകുപ്പ് മന്ത്രി എന്ന വാക്ക് ഞാൻ പ്രയോഗിച്ചപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് ഒരു ചെറിയ പ്രളയ സദൃശ്യമായിട്ടുള്ള അനുഭവം ഉണ്ടായപ്പോൾ തന്നെ കേരളത്തിലൊരു റവന്യൂ വകുപ്പ് ഉണ്ടായിരുന്നു എന്ന് MLA-മാർക്കുൾപ്പെടെ തോന്നാവുന്ന വിധത്തിലുള്ള നടപടിക്രമങ്ങളിലേക്ക് കിടക്കുകയാണ്. റവന്യൂ വകുപ്പ് ഇപ്പോൾ കേരളത്തിലുണ്ടോ എന്ന് ചോദ്യം ഞങ്ങൾ ചോദിച്ചില്ല. കാരണം ഒരു ദുരന്ത ഘട്ടത്തിൽ അത് ചോദിക്കണ്ട എന്ന് വെച്ചതാണ്. ഇതൊരു ലക്ഷ്യം നാം പ്രിസന്റീവ് ടൈറ്റിലിൽ നിന്ന് കൺക്ലൂസീവായ ടൈറ്റിലിലേക്ക് കേരളത്തെ കൊണ്ടുപോകാൻ ഒരു വഴി, അതിർത്തി തർക്കങ്ങളില്ലാത്ത, ഭൂമി വിൽക്കുമ്പോൾ ഏതെങ്കിലും വിധത്തിലുള്ള തർക്കങ്ങളോ പ്രശ്നങ്ങളോ ഇല്ലാത്ത ഒരു ആധികാരികമായ ഡിജിറ്റലായി ഭൂരേഖകൾ ഉണ്ടാക്കുക എന്ന ശ്രമത്തിനാണ് നമ്മൾ നേതൃത്വപരമായിട്ടുള്ള പങ്കുവഹിച്ചത്. ഇത് വരുന്നതോടുകൂടി നിരവധി പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കപ്പെടും. ഇതൊരു വകുപ്പിന് മാത്രമല്ല, എല്ലാ വകുപ്പിന്റെയും ഭാഗമായി എല്ലാ വകുപ്പുകളും വിവിധ സർവേകൾ നടത്തി രേഖപ്പെടുത്തേണ്ട എല്ലാ മാറ്ററുകളും എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന വിധത്തിൽ നടത്തുന്നത് സർവേ ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും പോലീസും പരിസ്ഥിതി വകുപ്പും കൃഷി വകുപ്പും അടക്കം കേരളത്തിലെ എല്ലാ വകുപ്പുകൾക്കും ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ അതിൽ നിന്ന് ലഭ്യമാണ്. ദുരന്ത നിവാരണത്തിന്റെ ഭാഗമായി ഒരു കഡസ്ട്രൽ മാപ്പ് ഇതിലൂടെ ലഭ്യമാകുമെന്നുള്ളത് കൊണ്ട് ദുരന്ത സാധ്യത മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയുന്ന എല്ലാ സംവിധാനങ്ങളും ഇതിന്റെ ഭാഗമായി എടുക്കും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇപ്പോൾ പറഞ്ഞതുപോലെ സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ട് അധിക സർവേയർമാരെ തന്നെ നിയോഗിക്കാതെ ഏതാണ്ട് കേക്ക് കട്ട് ചെയ്തെടുക്കുന്നത് പോലെ ഇതിന്റെ അതിരടയാളങ്ങൾ മാത്രം എടുത്താൽ ആവശ്യമായിട്ടുള്ള വൻകിട പദ്ധതികൾക്കോ റോഡ് എടുക്കുന്നതിനോ ആവശ്യമായിട്ടുള്ള സ്കെച്ചും പ്ലാനും ലൊക്കേഷനും ഫീൽഡിലാണ് പോകാതെ തന്നെ ഈ രേഖകളിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റും. സുതാര്യമായിട്ടുള്ള ബിസിനസ് അന്തരീക്ഷം, അതിന്റെ തർക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. അത് വരാൻ പോകുന്നത് കപ്പൽ ഫാക്ടറി ആകട്ടെ, ബോട്ട് ഫാക്ടറി ആകട്ടെ, തള്ളലാകട്ടെ, എന്തായാലും ഏത് വ്യവസായം വന്നാലും ആ വ്യവസായത്തിന് ഭൂമി ബന്ധമായിട്ടുള്ള സന്ദേഹങ്ങൾ ഒന്നുമില്ലാതെ നമ്മുടെ ഡിജിറ്റൽ രംഗത്ത് അത് ലഭ്യമാക്കാൻ കഴിയുന്ന അപൂർവമായിട്ടുള്ള ഒരു അവസരമാണ് ഇതിലൂടെ ലഭ്യമാകുന്നത്. കേരളത്തിലെ ഡിജിറ്റൽ റീസർവേ പഠിക്കാൻ 12ഓളം സംസ്ഥാനങ്ങളിൽ നിന്ന് ആള് വന്നൊരു അനുഭവം നമുക്കുണ്ടായി. ഇവിടെ കോവളത്ത് വെച്ച് ഡിജിറ്റൽ റീസർവേയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും കത്ത് കൊടുത്തുകൊണ്ട് നാം നടത്തിയ ഒരു നാഷണൽ കോൺക്ലേവ് 23 സംസ്ഥാനങ്ങൾ പങ്കെടുത്തു. DOLR എന്ന കേന്ദ്ര ഭൂവിഭവ വകുപ്പിന്റെ സെക്രട്ടറി തന്നെ നേരിൽ പങ്കാളിയായി. നമ്മുടെ സെൻട്രൽ സർവേ ഓഫ് ഇന്ത്യയുടെ IG തന്നെ ദിവസങ്ങളോളം അതിനുവേണ്ടി ഇവിടെ എത്തി. അവർ പറഞ്ഞു end to end എന്ന് പറയുന്ന വിധത്തിൽ ആരംഭം മുതൽ അവസാനം വരെ ഭൂരേഖകളുടെ സമ്പൂർണത ലഭ്യമാകുന്ന ഏക ഒരു സംവിധാനമായിട്ട് ഈ സംവിധാനം മാറുകയാണ്. എന്താണിപ്പോ അതിങ്ങനെ സ്ലോ ഡൗൺ ചെയ്ത് നിർത്തലാക്കുകയാണ് എന്നാണ് പച്ച മലയാളം. കാരണം കേരളത്തിലുള്ള ഏതാണ്ട് 4000-ഓളം കരാർ ജീവനക്കാരെ പൂർണ്ണമായും പിരിച്ചുവിട്ടു. അതിനുവേണ്ടി കേരളത്തിലുള്ള എല്ലാ ഓഫീസുകളും പൂട്ടിയടക്കി. ഇപ്പോ ബഹുമാനപ്പെട്ട മന്ത്രി പറയുന്നുണ്ട് ഡിജിറ്റൽ റീസർവേ ഞങ്ങൾ നടപ്പിലാക്കും. എങ്ങനെയാണ് നടപ്പിലാക്കാൻ പോവുക? ഡിജിറ്റൽ റീസർവേക്ക് കേരളത്തിന്റെ സ്ഥിരം സർവേയർമാർ ആകെയുള്ളത് 1000 ആണ്. അതിൽ 500 പേരെ എല്ലാവരും പ്രക്രിയയ്ക്ക് മാത്രമാണ്. ബാക്കി 500 പേരെ വെച്ച് ഈ പറയുന്ന ഇപ്പൊ പൂർത്തിയാക്കപ്പെട്ടതിന്റെ ബാക്കി വരുന്ന വില്ലേജുകളിൽ ഡിജിറ്റൽ റീസർവേ നടപടികൾ നടക്കില്ലെന്ന് മാത്രമല്ല, ഇപ്പോൾ ഒരു മുന്നറിയിപ്പുമില്ലാതെ അത് നിർത്തുക. 4 മാസക്കാലത്തെ ശമ്പളം പോലും കൊടുക്കാതെ വളരെ പാവപ്പെട്ട സാധാരണക്കാരായ മഹാഭൂരിപക്ഷം സ്ത്രീകൾ കൂടി പങ്കാളിയാകുന്ന ഒരു സർവേ ഡിപ്പാർട്ട്മെന്റ് കോൺട്രാക്ടർ സ്റ്റാഫായി ഇത് കഴിയും വരെ നിയമിച്ച സർവേ ഡിപ്പാർട്ട്മെന്റിലെ ജീവനക്കാർക്ക് ഏതെങ്കിലും ഇന്ദിരാ ഗ്യാരണ്ടികളില്ലാതെ അവരെ പിരിച്ചുവിടുക എന്ന ദയനീയതയ്ക്ക് കേരളം സാക്ഷ്യം വഹിക്കുകയാണ്. കേരളത്തിൽ നിർത്തണം എന്ന് ആഗ്രഹിക്കുന്ന വിഭാഗം ഭൂമാഫിയകളാണ്. അവർക്കൊരു കയ്യും കണക്കും ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിസന്ധിയും ഇല്ലാതെ വളരെ ഈസിയായി ഈ തട്ടിപ്പുകൾ പിടിക്കാൻ പറ്റുന്ന ഗൗരവമായിട്ടുള്ള സംവിധാനത്തിന്റെ തകർക്കലോടുകൂടി അവരാവശ്യപ്പെടുന്നത് കിട്ടും. കാരണം ഭൂമി രജിസ്ട്രേഷനും റവന്യൂവും സർവേയും ഒറ്റ പോർട്ടലിൽ രേഖപ്പെടുത്തിയാൽ രജിസ്ട്രേഷൻ നടത്തുമ്പോഴേ മനസ്സിലാക്കും, ഒരു ആധാരം മനസ്സിലാക്കുമ്പോഴേ മനസ്സിലാക്കാൻ കഴിയും ഇതിന്റെ അപകടങ്ങൾ എവിടെയാണ്. ഇതങ്ങ് വിട്ടുപോയാൽ ഇതില്ലാത്ത, പഴയതുപോലെ പട്ടയം എവിടെയാണെന്ന് കാണാത്ത, ഭൂമി എവിടെയാണെന്ന് കണ്ടെത്താൻ പറ്റാത്ത അതിർത്തി തർക്കങ്ങളുള്ള ഒരു കേരളത്തിലേക്ക് പോകും. പണമില്ല എന്നതാണ് പ്രധാനമായും പറയുന്ന പ്രശ്നം. പണം കിട്ടാൻ എത്രയേറെ മാർഗങ്ങളാണുള്ളത്. ഇത് കണ്ടുപോയി അർബൻ വില്ലേജുകളിൽ 10 പൂർത്തീകരിച്ചതിന്റെ സമ്മാനമായി കേന്ദ്ര ഗവൺമെന്റ് 105 കോടി രൂപ കേരളത്തിന് നൽകി. ആ 105 കോടി രൂപയിൽ 15 കോടി രൂപ മാത്രമാണ് ഇപ്പോൾ സർവേ ഡിപ്പാർട്ട്മെന്റിന് കൊടുത്തിട്ടുള്ളത്. ബാക്കിയുള്ള 90 കോടി രൂപ
സംസ്ഥാന ഗവൺമെന്റിന്റെ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിൽ ഇപ്പോൾ ഇരിക്കുന്നുണ്ടല്ലോ. അത് അവിടെ ആവശ്യമായ സൗകര്യങ്ങളോടുകൂടി ഇരിക്കുകയല്ലേ. മുൻ റവന്യൂ വകുപ്പ് മന്ത്രി എന്ന വാക്ക് ഞാൻ പ്രയോഗിച്ചപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്, ഒരു ചെറിയ പ്രളയ സദൃശ്യമായിട്ടുള്ള അനുഭവം ഉണ്ടായപ്പോൾ തന്നെ കേരളത്തിലൊരു റവന്യൂ വകുപ്പ് ഉണ്ടായിരുന്നു എന്ന് MLA-മാർക്കുൾപ്പെടെ തോന്നാവുന്ന വിധത്തിലുള്ള നടപടിക്രമങ്ങളിലേക്ക് കിടക്കുകയാണ്. റവന്യൂ വകുപ്പ് ഇപ്പോൾ കേരളത്തിലുണ്ടോ എന്ന് ചോദ്യം ഞങ്ങൾ ചോദിച്ചില്ല. കാരണം ഒരു ദുരന്ത ഘട്ടത്തിൽ അത് ചോദിക്കണ്ട എന്ന് വെച്ചതാണ്. പക്ഷെ ഞങ്ങളെപ്പോലും തോൽപ്പിച്ചുകൊണ്ട് പത്തനംതിട്ട ജില്ലയിലെ കോൺഗ്രസിന്റെ ബഹുമാന്യരായിട്ട് 2 MLA-മാർ ഇപ്പോൾ റവന്യൂ വകുപ്പ് ഉണ്ടോ എന്ന ചോദ്യം തന്നെ ചോദിക്കാൻ ഇടയായതായി കാണാൻ കഴിയും. യഥാർത്ഥത്തിൽ നമുക്ക് സംവിധാനങ്ങളില്ലാത്തത് കൊണ്ടല്ല. കേരളം 2018 അനുഭവം വെച്ച് കേവലം IMD-യുടെ മാത്രമല്ല, DFS-ഉം IBM വെതറും സ്കൈമെറ്റും ഉൾപ്പെടെ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്ക് വിവരങ്ങൾ നൽകുന്ന ഏജൻസികളുടെ പോലും അഭിപ്രായങ്ങൾ ശേഖരിക്കുന്നുണ്ട്, അതിനെ കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്, അതിനെ താരതമ്യം ചെയ്തുകൊണ്ട് അതിന്റെ നിർദ്ദേശങ്ങൾ പറയുന്നുണ്ട്. ചില ഘട്ടത്തിൽ മിന്നൽ പ്രളയമൊക്കെ ഉണ്ടാകാം, അത് സ്വാഭാവികമാണ്. മിന്നൽ പ്രളയം എന്ന വാക്ക് നിങ്ങളെല്ലാവരും ഉപയോഗിച്ച് റെഡിയാക്കിയത് കൊണ്ട് ഞാൻ ആ വാക്ക് തന്നെ പ്രയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. വേണമെങ്കിൽ ഫ്ലാഷ് ഫ്ലഡ് എന്ന് പറയാവുന്ന ഒരു മിന്നൽ പ്രളയം ഇന്ന് കേരളത്തിലുണ്ടായി എന്ന് പറയപ്പെടുന്ന സംഭവങ്ങൾ ഉണ്ടാകാം. പക്ഷേ അതിനെയൊക്കെ നേരിടാൻ എല്ലാ അർത്ഥത്തിലും സജ്ജമാവുക എന്നതല്ലേ നമ്മുടെ ചുമതല. ഞാനിപ്പോൾ സെക്രട്ടറിയുടെ അടുത്ത് നിന്ന് ഇറങ്ങുമ്പോഴും TV കാണുകയാണ്, വളരെ പ്രമുഖമായിട്ടുള്ള ഒരു ചാനൽ പറയുന്നു, നമ്മുടെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ വെള്ളമില്ല, വെളിച്ചമില്ല, സംവിധാനങ്ങളില്ല, ബാത്റൂം ഇല്ല, ആളുകൾക്ക് മരുന്ന് കിട്ടുന്നില്ല. ഇങ്ങനെ സംവിധാനങ്ങൾ, നിലപാടുകളില്ലാത്തത് കൊണ്ടാണ്, സൗകര്യങ്ങളില്ലാത്തത് കൊണ്ടാണ്.